പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വാഗതം. ലോകത്തിലെ ഏറ്റവും നൂതനമായ ടെക്നോളജികളിൽ ഒന്നാണ് ക്വാണ്ടം ടെക്നോളജി. ക്വാണ്ടം മെക്കാനിക്സിലെ പ്രതിഭാസങ്ങളായ സൂപ്പർ പൊസിഷൻ, എൻറ്റാങ്കിൾമെന്റ് എന്നിങ്ങനെയുള്ളവയെ ഉപയോഗിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ശാസ്ത്ര മേഖലയാണ് ക്വാണ്ടം ടെക്നോളജി. ക്വാണ്ടം ടെക്നോളജിയിൽ ലോകമെമ്പാടും റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയും ചൈനയും തന്നെയാണ് ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. യൂറോപ്പ്, ജപ്പാൻ എന്നിവർ പുറകെ തന്നെയുണ്ട്. നമ്മുടെ ഇന്ത്യയും ഒട്ടും തന്നെ പുറകിലല്ല. ക്വാണ്ടം ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റ് നാഷണൽ ക്വാണ്ടം മിഷൻ എന്ന പേരിൽ ബൃഹത്തായ ഒരു പദ്ധതി തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. നാഷണൽ ക്വാണ്ടം മിഷന്റെ സപ്പോർട്ടോടുകൂടി പ്രവർത്തിക്കുന്ന 8 സ്റ്റാർട്ടപ്പുകളാണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. ഇതിലൊന്നാണ് QNU ലാബ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇന്ത്യൻ ആർമിയും QNU ലാബും സംയുക്തമായി ചേർന്ന് ഒരു ക്വാണ്ടം നെറ്റ്വർക്ക് വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ആർമിയുടെ സൗത്തേൺ കമാൻഡ് സിഗ്നൽസിന്റെ ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്കിൽ ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള സെക്യൂർ കമ്മ്യൂണിക്കേഷനാണ് വിജയകരമായി പരീക്ഷിച്ചത്. ഇത്തരം ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്ന ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ വളരെ സെക്യൂർ ആയ കമ്മ്യൂണിക്കേഷൻ ചാനലാണ്. അതായത് ഇത്തരം ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻസിനെ ഹാക്ക് ചെയ്യുവാൻ ഏറെക്കുറെ അസാധ്യമാണ്. 500 കിലോമീറ്ററോളം ദൂരം വ്യാപിച്ചു കിടന്ന ഒരു നെറ്റ്വർക്കിലാണ് ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ പരീക്ഷിച്ചത്. ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ ഇന്ത്യ മുൻപന്തിയിൽ തന്നെയാണ് എന്ന് ഇതുവഴി തെളിയിച്ചിരിക്കുകയാണ്. ഇത്തരം ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളിലൂടെ വളരെ സുരക്ഷിതമായ ഒരു കമ്മ്യൂണിക്കേഷൻ ശൃംഖല ഉണ്ടാക്കുവാൻ ഇന്ത്യൻ ആർമിക്ക് സാധിക്കും. ചൈനയുടെയും പാകിസ്ഥാന്റെയും ഉൾപ്പെടെയുള്ള സൈബർ ആക്രമണങ്ങളെ ചെറുക്കുവാൻ ഇതുവഴി ഇന്ത്യൻ ആർമിക്ക് സാധിക്കും. ഇത്തരമൊരു പരീക്ഷണം വിജയകരമായി നടത്തി എന്ന് അനൗൺസ് ചെയ്തത് കേന്ദ്ര സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്റ്ററായ ജിതേന്ദ്ര സിംഗ് ആണ്. എനർജി, സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ കോൺക്ലേവിലാണ് അദ്ദേഹം ഇത് വെളിപ്പെടുത്തിയത്. QNU ലാബ് തന്നെ ഡെവലപ്പ് ചെയ്ത ക്വാണ്ടം റാൻഡം നമ്പർ ജനറേറ്റർ സിസ്റ്റം ഇൻ പാക്കേജും മിനിസ്റ്റർ അൺവെയിൽ ചെയ്തു. ഈ ഉപകരണത്തിന്റെ സഹായത്തോടെ നിലവിലുള്ള എല്ലാ തരത്തിലുമുള്ള സൈബർ അറ്റാക്കുകളിൽ നിന്നും ഭാവിയിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ക്വാണ്ടം അറ്റാക്കുകളിൽ നിന്നും കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളെ സംരക്ഷിക്കുവാൻ സാധിക്കും. QNU ലാബ് കൂടാതെ മറ്റ് സ്റ്റാർട്ടപ്പുകളും ISRO, DRDO ഉൾപ്പെടെയുള്ളവരും ക്വാണ്ടം ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ISRO തങ്ങളുടെ ക്വാണ്ടം സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചൈന ഇതിനോടകം തന്നെ തങ്ങളുടെ ക്വാണ്ടം സാറ്റലൈറ്റ് വിക്ഷേപിച്ചു കഴിഞ്ഞു. QNU ലാബ്സ് പലതരം ക്വാണ്ടം ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇവയിൽ പലതും ലോകത്തിലെ തന്നെ ആദ്യത്തേതാണ്. ഇന്ത്യൻ ആർമിയും QNU ലാബ്സും സംയുക്തമായി നടത്തിയ ഈ പരീക്ഷണത്തിലൂടെ ഇന്ത്യൻ ആർമിക്ക് സെക്യൂർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ലഭിക്കുമെന്ന് നമുക്ക് കരുതാം. ക്വാണ്ടം ടെക്നോളജിയുമായി ബന്ധപ്പെട്ട മറ്റൊരു അപ്ഡേറ്റാണ് ഇന്ത്യൻ സ്റ്റാർട്ടപ്പായ QPI AI ഇന്ത്യയുടെ ഏറ്റവും പവർഫുള്ളായ ക്വാണ്ടം പ്രോസസ്സർ പുറത്തിറക്കിയിരിക്കുന്നു എന്നത്. 64 ക്യൂബിറ്റ് പ്രോസസ്സിംഗ് പവറുള്ള ക്വാണ്ടം പ്രോസസ്സറാണ് QPI AI പുറത്തിറക്കിയിരിക്കുന്നത്. കാവേരി എന്നാണ് ഇതിനവർ പേര് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം QPI AI അവരുടെ 25 ക്യൂബിറ്റ് ക്വാണ്ടം പ്രോസസ്സർ പുറത്തിറക്കിയിരുന്നു. കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ക്വാണ്ടം പ്രോസസ്സറുകൾ QPI AI ഭാവിയിൽ പുറത്തിറക്കും. QPI AI നിലവിൽ ഗംഗസ് എന്ന പേരിൽ 128 ക്യൂബിറ്റ് ക്വാണ്ടം പ്രോസസ്സർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 64 ക്യൂബിറ്റ് കാവേരി ക്വാണ്ടം പ്രോസസ്സർ 2026ഓടുകൂടി കൊമേഴ്സ്യലായി ലഭിച്ചു തുടങ്ങും. ഗവൺമെന്റ് ഏജൻസികൾക്കും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും ബിസിനസ്സുകൾക്കും വളരെ കോംപ്ലക്സ് ആയ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുവാൻ ഈ ക്വാണ്ടം പ്രോസസ്സറിന്റെ സഹായത്തോടുകൂടി സാധിക്കും. ക്വാണ്ടം പ്രോസസ്സറുകളുടെ സഹായത്തോടുകൂടി സാധാരണ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് സോൾവ് ചെയ്യുവാൻ സാധിക്കാത്ത വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് വളരെ ഈസിയായി ചെയ്യുവാൻ സാധിക്കും. ഇത് തന്നെയാണ് ക്വാണ്ടം പ്രോസസ്സറിന്റെയും ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെയും ഏറ്റവും വലിയ പ്രത്യേകത. ക്വാണ്ടം ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരാണ്. IISc ഒരു 6 ക്യൂബിറ്റ് ഫോട്ടോണിക് ക്വാണ്ടം സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതും നാഷണൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മിഷന്റെ കീഴിലാണ് ഡെവലപ്പ് ചെയ്തത്. ഇത്തരത്തിൽ ഫോട്ടോണുകൾ ഉപയോഗിച്ച് ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കുവാൻ വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും എത്തപ്പെട്ടിരിക്കുകയാണ്. സാധാരണ ഇലക്ട്രിക് കമ്പോണന്റുകൾക്ക് പകരം ഒപ്റ്റിക്സ് ആണ് ഈ ക്വാണ്ടം കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്നത്. ഇവയെ സ്കെയിലപ്പ് ചെയ്ത് കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കുക എന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. IISc ഇപ്പോൾ അതിനു വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്വാണ്ടം ടെക്നോളജിയിൽ എന്ന പോലെ തന്നെ സെമി കണ്ടക്ടർ മേഖലയിലും വലിയ പുരോഗതിയാണ് ഇന്ത്യ നേടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷൻ എന്ന ഇന്ത്യൻ ഗവൺമെന്റിന്റെ പ്രോഗ്രാമിന്റെ കീഴിൽ രാജ്യത്തെ പലയിടങ്ങളിലും സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റികൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങളിൽ ഒന്നാണ് സെമി കണ്ടക്ടർ ചിപ്പുകൾ. ഇത്തരം ചിപ്പുകൾ നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും തരത്തിൽ നമുക്ക് സെമി കണ്ടക്ടർ ചിപ്പുകൾ ലഭിക്കാതെ വന്നാൽ നമ്മുടെ ഡിഫൻസ്, സ്പേസ് എന്നിവ ഉൾപ്പെടെയുള്ള സകല മേഖലകളിലും നമുക്ക് തിരിച്ചടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ
തന്നെ നമ്മുടെ സെമി കണ്ടക്ടർ മേഖല പുരോഗതി പ്രാപിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ഇന്ത്യൻ ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. ലോകത്ത് നിലവിലുള്ള സെമി കണ്ടക്ടർ ചിപ്പുകളിൽ 20% ഡിസൈൻ ചെയ്യുന്നത് ഇന്ത്യയിലാണ്. എന്നാൽ ഇന്ത്യയിൽ സെമി കണ്ടക്ടർ നിർമ്മിക്കുന്ന മാനുഫാക്ചറിംഗ് പ്ലാന്റ്സ് ഇല്ല എന്ന് തന്നെ പറയാം. ഈ ഒരു പോരായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ. നിലവിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി വളരെയധികം സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റികൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷത്തോടുകൂടി തന്നെ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യത്തെ സെമി കണ്ടക്ടർ ചിപ്പ് പുറത്തിറങ്ങുമെന്നാണ് കരുതപ്പെടുന്നത്. ഇവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മറ്റേതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ്. സെമി കണ്ടക്ടർ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മൈക്രോ പ്രോസസർ ചെന്നൈ ബേസ്ഡ് സ്റ്റാർട്ടപ്പായ മൈൻഡ് ഗ്രോവ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ചിപ്പാണ് മൈൻഡ് ഗ്രോവ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. മൈൻഡ് ഗ്രോവിന്റെ സെക്യൂർ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് സിസ്റ്റം ഓൺ ചിപ്പിൽ ബിൽറ്റ് ഇൻ എൻക്രിപ്ഷൻ ആക്സിലറേറ്റേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബയോമെട്രിക് സെൻസറുകൾക്കും ഓതന്റിക്കേഷൻ ഡിവൈസുകൾക്കും ഇത്തരം ചിപ്പുകൾ വളരെ അനുയോജ്യമാണ്. മൈൻഡ് ഗ്രോ അവരുടെ സെക്കൻഡ് ചിപ്പ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിഷൻ സിസ്റ്റം ഓൺ ചിപ്പാണിത്. അതായത് CCTV ക്യാമറകൾ, വീഡിയോ റെക്കോർഡറുകൾ, ഡാഷ് ക്യാമറകൾ, സ്മാർട്ട് TV എന്നിവയ്ക്ക് വേണ്ടിയാണ് വിഷൻ SoC ഉപയോഗിക്കുന്നത്. മൈൻഡ് ഗ്രോവ് ഡെവലപ്പ് ചെയ്ത ചിപ്പ് നിലവിൽ തായ്വാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ സെമി കണ്ടക്ടർ പ്ലാന്റുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കെയ്ൻസ്, CG പവേഴ്സ്, ടാറ്റ ഇലക്ട്രോണിക്സ് എന്നിവരുമായി മൈൻഡ് ഗ്രോവ് ചർച്ചകൾ നടത്തുന്നുണ്ട്. TSMCയിൽ നിന്നും പ്രൊഡക്ഷൻ ഗുജറാത്തിലെ ടാറ്റയുടെ സെമി കണ്ടക്ടർ പ്ലാന്റിലേക്ക് മാറ്റുവാനാണ് മൈൻഡ് ഗ്രോവ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇന്ത്യയിൽ തന്നെ ഡിസൈൻ ചെയ്ത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന മറ്റൊരു ചിപ്പ് കൂടി നമുക്ക് ലഭിക്കും. ഇന്ത്യയുടെ വളർന്നുകൊണ്ടിരിക്കുന്ന സെമി കണ്ടക്ടർ മേഖലയ്ക്ക് വലിയ ഒരു മുതൽക്കൂട്ടാവും മൈൻഡ് ഗ്രോവിന്റെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് സിസ്റ്റം ഓൺ ചിപ്പ്. പ്രിയപ്പെട്ടവരെ, ഇത്രയും വിവരങ്ങളോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുമായി പങ്കുവച്ച ഇത്രയും വിവരങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജയ്